നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. കേരളത്തിൽ പുതിയ DGPയെ നിയമിച്ചു. ഷേഖ് ദർവേഷ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്ക് കേരള മന്ത്രിസഭ റവാദ ചന്ദ്രശേഖറിനെ പുതിയ പോലീസ് ഡയറക്ടർ ജനറൽ DGPയായി നിയമിച്ചു. UPSC പാനലിൽ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യപ്പെട്ട രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ചന്ദ്രശേഖർ. പുതിയ പഠനത്തിൽ എടുത്തു കാണിച്ചു വർദ്ധിച്ചു വരുന്നത് ക്യാൻസർ ഭാരം. 2025 കേരള ക്യാൻസർ കോൺക്ലേവ് ഭയാനകമായ ക്യാൻസർ പ്രവണതകൾ വെളിപ്പെടുത്തി. കേരളത്തിൽ പ്രതിവർഷം 88,460 പുതിയ കേസുകൾ രേഖപ്പെടുത്തുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുടെ ക്ഷാമത്തിൽ പ്രതിപക്ഷം ആശങ്കയുയർത്തുന്നു. ഗുരുതരമായ മെഡിക്കൽ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ക്ഷാമം സംബന്ധിച്ച് ഒരു സർക്കാർ ആശുപത്രി ഡോക്ടറുടെ ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത മഹിളാ സുരക്ഷാ ഫോഴ്സ് എന്ന പേരിൽ പുതിയ സേനയ്ക്ക് തുടക്കം കുറിച്ചു. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടി. ആദ്യഘട്ടത്തിൽ 1200 വനിതാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. എക്സൈസ് നയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ചോദ്യം ചെയ്തു. ഡൽഹിയിലെ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. പുതിയ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചെന്ന് വിവരം. കാൺപൂർ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര അനുമതി. കാൺപൂർ നഗരത്തിൽ മെട്രോ പദ്ധതി വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. ഈ പാത നഗരത്തിന്റെ തെക്കേയും പടിഞ്ഞാറും ഭാഗങ്ങൾ ബന്ധിപ്പിക്കും. BJPക്ക് പൂർണ്ണ തിരിച്ചടി. 5 MLA-മാർ രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിൽ ചേരാനാണ് ഇവർ തീരുമാനിച്ചത്. സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. ഇൻഡോർ വിമാനത്താവളത്തിൽ പുതിയ അന്തർദേശീയ ടെർമിനൽ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നേരിട്ട് വിമാനങ്ങൾ ഇനി മുതൽ ലഭ്യമായിരിക്കും. വ്യാപാരത്തിലും ടൂറിസത്തിലും വളർച്ച പ്രതീക്ഷിക്കുന്നു. അയോധ്യയിൽ രഥയാത്ര ഉത്സവം സമാധാനപൂർവ്വം. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുത്ത ഉത്സവത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കിയിരുന്നു. രൺബീർ കപൂറിന്റെ രാമായണ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ് രാമായണം. രൺബീർ കപൂർ രാമനായി എത്തുന്നു. സായി പല്ലവി സീതയായാണ് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ വൈറലായി. ദീപിക പദുകോൺ അമ്മയായി. മുംബൈ ആശുപത്രിയിൽ പുത്രന് ജനനം. ദീപിക പദുകോൺ രൺവീർ സിംഗ് ദമ്പതികൾക്ക് ആൺകുഞ്ഞ് ജനിച്ചു. ഇന്ന് രാവിലെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആരാധകരിൽ സന്തോഷം നിറഞ്ഞ പ്രതികരണങ്ങളാണ്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.